ഏദൻ തോട്ടത്തിൽ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ആദമും ഹൗവയും. സായാഹ്ന സമയങ്ങളിൽ ഒരു രക്ഷിതാവ് എന്ന വണ്ണം അവർക്ക് ബാലപാഠങ്ങൾ പഠിപ്പിച്ചു നൽകുവാനായി എത്തിയിരുന്ന ദൈവവും. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് താൻ വിവസ്ത്രനാണെന്നും അല്ലാതെ മറ്റുള്ള കാര്യങ്ങളിൽ എത്രമാത്രം അവന് വിവരമുണ്ടോ എന്നുള്ളതുപോലെ മാത്രമേ അന്ന് ആദമിനും ഹൗവയ്ക്കും ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോൾ കൗമാരക്കാർക്ക് തോന്നുന്ന ഒരു കൗതുകം പോലെ അവരിലും ഉദിച്ചിരിക്കാം. എന്തുകൊണ്ടായിരിക്കാം ദൈവം ഈ വൃക്ഷങ്ങളിലെ ഫലം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക? ശരിക്കും തങ്ങൾ ഇത് കഴിച്ചാൽ മരിക്കുമായിരിക്കുമോ? അങ്ങനെ ഡൗട്ട്ഫുള്ളായിട്ടിരിക്കുന്ന സമയത്ത് സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ വരികയാണ്. എന്നിട്ട് അവരുടെ അടുത്ത് പറയുന്നു, നിങ്ങളിത് കഴിച്ചാൽ മരിക്കുകയില്ല, മറിച്ച് ദൈവത്തെ പോലെ നന്മ തിന്മകളെ തിരിച്ചറിവാനുള്ള ഒരു തിരിച്ചറിവ്, ഒരു ബുദ്ധി നിങ്ങൾക്ക് വരികയേ ചെയ്യുകയുള്ളൂ എന്ന്. എന്നാൽ ഹൗവ പറയുന്നു, അല്ല, ഞാൻ മരിച്ചു പോകുമെന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കത് കഴിക്കാൻ ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്. പക്ഷേ പാമ്പ് പറയുന്നു, നീ മരിക്കുമെന്നോ? നീ ഒരിക്കലും മരിക്കില്ല. പകരം നിനക്ക് ദൈവത്തെ പോലെ നല്ല തിരിച്ചറിവും ബോധവും ഒക്കെ വരും എന്ന് പാമ്പ് അവളെ കൺവിൻസ് ചെയ്യാണ്. പക്ഷേ അപ്പോൾ തന്നെ ഹൗവ ഓർക്കുമ്പോൾ, ശരിയാണ്, നമ്മുടെ പല കൗമാരക്കാർക്കും തോന്നാറുണ്ടല്ലേ, എത്രയും പെട്ടെന്ന് ഒന്ന് പ്രായപൂർത്തിയായിരുന്നെങ്കിൽ എന്ന്. അതുപോലെ ഹൗവയ്ക്കും അന്ന് തോന്നിയിട്ടുണ്ടാവുകയുള്ളൂ. താനും ദൈവത്തെ പോലെ ആവുകയാണെങ്കിൽ, ഇത്രയും പ്രപഞ്ച സൃഷ്ടികളെ എല്ലാം സൃഷ്ടിച്ച ആ ദൈവത്തെ പോലെ ആകുവാണെങ്കിൽ എന്ത് നല്ലതായിരിക്കും അല്ലേ എന്ന് ഹൗവയ്ക്കും തോന്നി. അങ്ങനെ അവൾ ആ കൺവീൻസിന് അടിമപ്പെട്ട് ആ ഒരു പഴം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ ആ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കത്തോടെ തന്നെ അവൾ ആ കിട്ടുന്ന പഴം തൻ്റെ പങ്കാളിയായ ആദമിനും കൂടെ പങ്കുവയ്ക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും, ആ ആദത്തിനും അത് വേണ്ടാന്ന് പറയാനുള്ളൊരു തിരിച്ചറിവ് അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഹൗവയുടെ ഒപ്പം തന്നെ ആ പഴം ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് അവർ തീരുമാനിക്കുന്നത്. അങ്ങനെ ആ പഴം രണ്ടുപേരും ഒരുമിച്ച് കഴിക്കുന്ന മാത്രയിൽ തന്നെ തങ്ങൾ നഗ്നരാണ് എന്നുള്ളൊരു വസ്തുത അവർ തിരിച്ചറിയുന്നു. അങ്ങനെ അവർ ആ തോട്ടത്തിലെ ഇലകൾ കൊണ്ട്, അത്തിവൃക്ഷത്തിൻ്റെ ഇലകൾ കൊണ്ട് അവർ അവരുടെ ശരീരഭാഗങ്ങൾ മറയ്ക്കുന്നു. എന്നിട്ട് ആ സായാഹ്ന സമയത്ത് നമ്മൾ ദൈവം വരുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ, അതേപോലെ ദൈവം വരുന്ന കാലൊച്ച കേൾക്കുമ്പോൾ തങ്ങൾ ചെയ്ത പാപത്തെ ഓർത്ത് അതിൽ കുറ്റബോധപ്പെട്ട് അവർ മറഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ നാം കുറ്റബോധമല്ല നമുക്ക് തോന്നേണ്ടത്, മറിച്ച് നമ്മൾ തെറ്റിനെ കൺഫസ് ചെയ്യാണ്. അതായത് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഏറ്റു പറയാനുള്ളൊരു ധൈര്യം നമ്മൾ കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ അന്നത്തെ അവരുടെ ആ ഒരു അറിവില്ലായ്മ കൊണ്ടായിരുന്നിരിക്കാം അവർ കുറ്റബോധപ്പെട്ട് മറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ കരുതുന്നവനായ ദൈവം അവരെ വന്ന് തിരയുന്നു. ആ തിരഞ്ഞതിന് ശേഷം ദൈവം തിരിച്ചറിയുകയാണ് ഇവർ തെറ്റിനടിമപ്പെട്ടു എന്നുള്ളത്. പാമ്പ് ചെയ്ത തെറ്റിൻ്റെ ഫലമായി അവനെ ശപിക്കുകയാണ്. ആ ശാപത്തിൻ്റെ ഫലമായിരിക്കാം പാമ്പിനെ നമ്മൾ പിന്നീട് കാണുന്നത് കൈകാലികളില്ലാത്ത, ഉടലുകൊണ്ട് നിലത്ത് ഉരസി നടക്കുന്ന ഒരു ജീവിയായിട്ടാണ്. അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ആ ഒരു കാലം വരെയും പാമ്പ് കൈകാലുകളുള്ള വളരെ മനോഹരമായ ഒരു ഗാംഭീര്യമൊക്കെയുള്ള ഒരു ജന്തുവായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം സാത്താൻ അത്ര മനോഹരമായതിനെ ദൈവത്തിൻ്റെ ഒരു വെറുപ്പ് നേടുവാൻ തക്കവണ്ണമായിരിക്കാം ഇപ്രകാരം ഒരു ടൂളായിട്ട് ആ ഒരു പാമ്പിനെ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടാവുക ചിലപ്പോൾ. അതിന് ഇംഗ്ലീഷ് ബൈബിൾ കാണുന്നത് വൈസറായിട്ടുള്ളൊരു ആനിമലായിരുന്നു എന്നുള്ളതാണ് മറ്റ് ജന്തുക്കളിൽ നിന്നും. മലയാളം ബൈബിളിൽ കൗശലക്കാരനായിരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ കൗശലക്കാരനായ ഒരു പാമ്പിനെ ഒരു പണി കൊടുക്കാമെന്ന് കരുതിയായിരിക്കാം സാത്താൻ ചിലപ്പോൾ ഈ പാമ്പിനെ തന്നെ ടൂളായിട്ട് എടുത്തിട്ടുണ്ടാവുക. പിന്നീട് നമ്മൾ കാണുന്നത് മനുഷ്യനെ ശപിക്കുകയാണ്. കാരണം ദൈവം ഡയറക്റ്റായിട്ട് മനുഷ്യൻ്റെ അടുത്താണ്, പുരുഷൻ്റെ അടുത്താണ്, ആദമിൻ്റെ അടുത്താണ് പറഞ്ഞത് ആ ഫലം കഴിക്കരുതെന്ന്. ആദം പറഞ്ഞൊരു കേട്ടറിവേ ഹൗവയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആദം അത് കേൾക്കാഞ്ഞത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് അനുസരിക്കാഞ്ഞത് കൊണ്ടാണ് ദൈവം ആദത്തിനെ ശപിക്കുകയാണ്. ആ ഏദൻ തോട്ടത്തിൽ വേല ചെയ്തു, പക്ഷെ അതിനേക്കാൾ ഉപരി നീ കഷ്ടപ്പെട്ട് നിൻ്റെ വേർപ്പിൻ്റെ ഫലം കൊണ്ട് നീ ഇനി ഭക്ഷണം കഴിക്കും, നീ അധ്വാനിച്ച് ജീവിക്കേണ്ടി വരും എന്നൊക്കെയാണ് ദൈവം ആദത്തെ ശപിക്കുന്നത്. നമുക്കത് ഇപ്പോഴും കാണാം. തൊഴിലില്ലായ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യർ, അല്ലെങ്കിൽ ജോലിയുടെ സ്ട്രെസ്സ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യരെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇന്ന് സ്ത്രീകളും പുരുഷന്മാരോടൊപ്പം തന്നെ കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ എല്ലായിടത്തും കഴിയുന്നതാണ്. കൂടാതെ നമ്മൾ കാണുന്നത് സ്ത്രീയെ ദൈവം ശിക്ഷിക്കുകയായിരിക്കാം. സ്ത്രീ എന്താണ് വഞ്ചിക്കപ്പെടാൻ ഇടയാവാൻ തക്കവണ്ണം സ്ത്രീ നിന്നു കൊടുത്തതിന് സ്ത്രീയെ ശിക്ഷിക്കുകയാണ്. അങ്ങനെയല്ലേ നമ്മൾ മക്കളെയും തെറ്റുകൾ ചെയ്താൽ ശിക്ഷിക്കുകയില്ലേ?
അപ്രകാരം ശിക്ഷിക്കുകയാണ് ദൈവം ഇവിടെ ചെയ്യുന്നത്. നൊന്ത് പ്രസവിക്കുമെന്ന്. നാൽക്കാലികളായ മൃഗങ്ങളിൽ നിന്ന് ശാരീരിക ഘടനയിൽ വ്യത്യസ്തരാണ് ഇരുകാലികളായ മനുഷ്യർ. അതുകൊണ്ട് കൂടിയാണ് മറ്റു മൃഗങ്ങളെക്കാളും പ്രസവവേദന മനുഷ്യ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഇന്ന് ലോകത്തെടുത്ത് നോക്കിയാലും കഷ്ടപ്പെടുന്ന മനുഷ്യനെ, നൊന്ത് പ്രസവിക്കുന്ന സ്ത്രീകളെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ബലി കൊടുത്ത് ഒരു മൃഗത്തിൻ്റെ തോലെടുത്ത് അവരെ ഉടുപ്പിക്കുന്ന ദൈവത്തെയാണ്. മനുഷ്യനെയല്ല, മനുഷ്യൻ ചെയ്ത ആ ഒരു പാപത്തെയാണ് ദൈവം വെറുക്കുന്നത്. നമ്മളെ ഒരിക്കലും വെറുക്കുകയില്ല. നമ്മളെ കരുതുകയും സ്നേഹിക്കുകയും മാത്രമേ നമ്മുടെ തമ്പുരാൻ ചെയ്യുകയുള്ളൂ. നമുക്ക് പിന്നീടുള്ള ആ ലോകത്ത് ഇറങ്ങി ജീവിക്കുവാൻ തക്കവണ്ണം പ്രാപ്തരായതുകൊണ്ടായിരിക്കാം, ആ ഫലം തിന്ന മാത്രയിൽ നന്മതിന്മകളെ തിരിച്ചറിയാനുള്ളൊരു കഴിവ് ഉണ്ടായത് കൊണ്ടായിരിക്കാം ദൈവം നമ്മളെ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു. കൂടാതെ അതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടെയുണ്ട്. ജീവവൃക്ഷത്തിൻ്റെ ഫലം നാം തിന്നാതിരിക്കുവാനും, ഇത്രയും നന്മതിന്മകളെ തിരിച്ചറിയുവാനും തെറ്റ് ചെയ്യുവാനും അതിനെ തിരുത്തുവാനും ഒക്കെ പ്രാപ്തരായ നമ്മളെ, അതുവരെ മരണത്തിൻ്റെ ഒരു നിഴല് നമ്മുടെ നേർക്ക് ദൈവം ചിന്തിച്ചിട്ടുണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ ഈ ഒരു ഫലം തിന്നതിൻ്റെ ഫലമായിട്ടായിരിക്കാം നമുക്ക് മരണം സംഭവിക്കുന്നത് പോലും. അപ്പോൾ അങ്ങനെ മരണം സംഭവിക്കാതെ ഇരുന്നാൽ മനുഷ്യൻ ഈ ലോകത്ത് പെറ്റുപെരുകി വല്ലാത്തൊരു അസന്തുലിതാവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ദൈവം മനുഷ്യനെ അന്ന് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത്. അതിനുശേഷം മനുഷ്യൻ്റെ ദൃഷ്ടിക്ക് പെടാതിരിക്കാൻ തക്കവണ്ണം കെരൂബുകളെ ആ ഏദൻ തോട്ടത്തിന് കാവലായി നിർത്തുകയാണ്. ഈ ഒരു അധ്യായത്തിലൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നാം തെറ്റ് ചെയ്താൽ അതിനെ മറ്റുള്ളവരെ പഴിചാരുവാനോ അല്ലെങ്കിൽ സ്വയം കുറ്റബോധപ്പെട്ട് വെറുക്കുവാനോ അല്ല, മറിച്ച് സ്വയം അത് ഏറ്റുപറഞ്ഞ് അത് ദൈവത്തിന് മുന്നിൽ കൺഫസ് ചെയ്യുവാനായിട്ട് സന്നദ്ധരാവണം. നാം എത്ര തെറ്റ് ചെയ്താലും അത് ദൈവത്തിന് മുന്നിൽ സന്നദ്ധതയോടെ തുറന്നു പറയുകയാണെങ്കിൽ നമ്മെ ഏറ്റെടുക്കുന്ന ഒരു ദൈവമാണ്. എന്നും എപ്പോഴും നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. നമ്മൾ കൈവിട്ടു പോകുന്നവരെ കാണുവാനല്ല, മറിച്ച് നമ്മളെ കൂടെ നിർത്തുന്ന, നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ഇനി അടുത്ത അധ്യായം കാണും വരെ എല്ലാവരെയും ദൈവം കാത്തുവരവായിരിക്കട്ടെ.